മാം, ഈ ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയുന്നത് കാലറി കുറച്ച് കഴിക്കുന്നത് മാത്രമാണോ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ഫുഡിനെ വെറും ഒരു കാലറി ആയിട്ട് മാത്രം കാണുന്ന ഒരു രീതികളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. ഫുഡിനെ വെറും ഒരു കാലറി ആയി മാത്രം കാണാതെ അത് കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന എൻജോയ്മെന്റും ഫുഡ് കഴിക്കുമ്പം ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കേണ്ടതും അതൊക്കെ ഇമ്പോർട്ടന്റ് അല്ലേ? നമ്മളിപ്പം ഗൗരി ചോദിച്ച ചോദ്യം പോലെ ഭക്ഷണത്തിനെ എപ്പോഴും കലോറികളായിട്ട് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും നാരുകളുമായിട്ട് മാത്രം കാണേണ്ട ഒരു സംഗതിയാണോ? തീർച്ചയായിട്ടും അല്ല. ഭക്ഷണം എന്ന് പറയുന്ന നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത്, പല ബന്ധങ്ങളും സ്ഥാപിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാത്രിയിലത്തെ ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ കമ്മ്യൂണിക്കേഷൻ പോലും ഊൺമേശയിലാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും നമ്മുടെ ഭക്ഷണത്തിനെ ഇത്തരത്തിൽ ഒരു കലോറികൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, അന്നജം, ഫാറ്റ് ആ രീതിയിൽ നമ്മൾ അളക്കാൻ പാടില്ല. ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം, ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും കൊടുക്കൽ വാങ്ങൽ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രവണതയെ നമ്മൾ റെക്സിയ എന്ന് പറയാറുണ്ട്. അനോറെക്സിയ നർവോസ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൂടുതൽ ആഹാരം കഴിച്ചു എന്നുള്ള ഒരു ആശങ്കയിൽ, കൂടുതൽ മെലിയാനുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഛർദ്ദിച്ചു കളയുന്ന ഒരു പ്രവണതയാണ് അനോറെക്സിയ. അതുപോലെ തന്നെ ഓർത്തോറെക്സിയ എന്ന് പറയുന്നത് ഭക്ഷണത്തിനെ ഇത്തരത്തിൽ എഴകീറി പരിശോധിച്ച് അതിലെ സന്തോഷം അപ്പാടെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ വാക്ക് ഡിസൈൻ ചെയ്യപ്പെട്ടത് തന്നെ ഇത്തരത്തിലുള്ള ഒരു പുതുതലമുറ നമ്മുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. കാരണം അങ്ങനെയല്ല ആഹാരത്തിനെ കാണുക. സമഗ്രമായി അതിനെപ്പറ്റി മനസ്സിലാക്കുക, പക്ഷെ കഴിക്കുമ്പോൾ അതിനെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നാരുകളുമായിട്ടും അല്ല, ഭക്ഷണമായിട്ട്, സന്തോഷമായിട്ട്, പാചകം ചെയ്യുന്ന ആളിനെ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കോംപ്ലിമെന്റ് കൊടുത്തുകൊണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ തന്നെ കഴിക്കേണ്ടതാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അത് ആഹാരം കൊണ്ട് മറക്കാൻ ഉള്ള ശ്രമം അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള ശ്രമം അതൊന്ന് മിതപ്പെടുത്തുക. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അമിതഭാരം എന്ന് വരുന്നത്, അല്ലെങ്കിൽ അമിതഭാരത്തിന് നമ്മുടെ യുവതലമുറ അടിമ ആകുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രവണതയിലൂടെയാണ്. ഒരുപാട് സ്ട്രെസ് വരുമ്പോൾ അല്ലെ സങ്കടം വരുമ്പോൾ സന്തോഷം വരുന്നത്, ഇപ്പൊ എല്ലാ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതും എല്ലാം ഭക്ഷണത്തിലൂടെയാണ്. അപ്പൊ ആ പ്രവണത നല്ലതല്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്കൊരു ഓർത്തോറെക്സിക് സമൂഹമല്ല ആവശ്യം. ഭക്ഷണത്തിനെ താല്പര്യമായിട്ട് കഴിക്കുന്ന, സന്തോഷമായിട്ട് കഴിക്കുന്ന തലമുറയാണ്. പക്ഷേ എങ്കിലും ആഹാരത്തിലെ ന്യൂട്രിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ആഹാരത്തിൽ അടങ്ങുന്ന പോഷകങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്.